നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലീഫ് സ്റ്റിച്ച് ചെയ്യാം. ക്ലോസ്ഡ് ഹെറിംഗ് ബോൾ സ്റ്റിച്ച്. ഹെറിംഗ് ബോൾ സ്റ്റിച്ച് നേരത്തെ ചെയ്ത വീഡിയോ ഉണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു ലീഫ് സ്റ്റിച്ചാണ് കേട്ടോ. ഫ്ലവർ സ്റ്റിച്ചൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ സാധാരണ ഹെറിംഗ് ബോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യം സൂചി മുകളിലേക്ക് എടുത്തിട്ട് തൊട്ട് പിറകിൽ നിന്ന് മുമ്പിലേക്ക് സൂചി വീണ്ടും കോരിയെടുക്കുക. ഓക്കെ, അങ്ങനെയാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സൂചി താഴ്ത്തിയിട്ട് തൊട്ട് മുകളിലേക്ക് സൂചി കോരിയെടുക്കുക. ഇതിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഗ്യാപ്പില്ലാതെ വേണം ഫില്ല് ചെയ്യാൻ. കണ്ടോ, തൊട്ട് മുകളിലേക്ക്. ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് 2 ലൈനല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ നമ്മളത് കൊണ്ടുവന്ന് മുകളിലേക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സൂചി എപ്പോഴും പുറത്തേക്കായിരിക്കണം കുത്തിയെടുക്കേണ്ടത്. ആ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഗ്യാപ്പില്ലാതെ തൊട്ട് മുകളിലേക്ക് വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം ഹെറിംഗ് ബോൾ സ്റ്റിച്ച് പഠിച്ചപ്പോൾ നല്ല ഗ്യാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇത് ഗ്യാപ്പില്ലാതെ ആണ് ലീഫൊക്കെ ചെയ്തെടുക്കുക. ലീഫ് മാത്രമല്ല, നമുക്ക് ഫ്ലവറൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഉണ്ടല്ലോ, അതിൻ്റെ അതേ സ്ഥലത്ത് കൂടെ അങ്ങോട്ടോ നീങ്ങാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഏറ്റവും കൂടുതൽ ഹെറിംഗ് ബോൾ സ്റ്റിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക. മാത്രമല്ല, ഹെറിംഗ് ബോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ലീഫൊക്കെ ഉണ്ട് ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൾ സ്റ്റിച്ചൊക്കെ നല്ലോണം ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ പഠിയുള്ളൂ. പിന്നെ ഇപ്പോൾ വെക്കേഷനിലെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഡ്രോയിങ് ആവട്ടെ, കമ്പ്യൂട്ടർ, അത് അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ കുട്ടികളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്ന സമയമല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കലയൊക്കെ പഠിപ്പിക്കാൻ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുക. കുട്ടികളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യാം, കുട്ടികൾക്കത് പഠിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടികൾ തന്നെ ഇതൊക്കെ കോമ്പറ്റീഷനൊക്കെ നമുക്ക് കുട്ടികളെ തന്നെ കൊണ്ടുപോകാനും പിന്നെ ഒക്കെ ഉപയോഗിക്കാം. ഈ സ്റ്റിച്ച് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇടയ്ക്കൊന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടി വരും എന്നല്ലാതെ ഒരിക്കലും നമ്മൾ സ്റ്റിച്ച് മറക്കില്ല. ഇതാണ് ഹാൻഡ് എംബ്രോയ്ഡറിയൊക്കെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ ധാരാളം ചെയ്യുമല്ലോ, അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ചെറിയ ഗ്യാപ്പ് വന്നാൽ പോലും നമ്മളത് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് ലീഫ് വെച്ച് തുരുന്നനെ ചെയ്ത് കണ്ട അപ്പുറമൊക്കെ കണ്ടോ, ലീഫിൻ്റെ എഡ്ജുകളിലൊക്കെ സാധാരണ ലീഫ് പോലെ ഇരിക്കും. അതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് ഈ സ്റ്റിച്ചിൽ മാത്രം പറ്റുന്ന ഒരു ഭംഗിയാണ്. ഹെറിംഗ് ബോൾ സ്റ്റിച്ചിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എഡ്ജുകളൊക്കെ സാധാരണ ലീഫിൻ്റെ പോലെ ഇരിക്കും. ഇനി ഞാൻ ഇതിന് കുറച്ച് ബീഡ് കൊടുത്തിട്ട് അലങ്കരിക്കുകയാണ്. ബീഡ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഒത്തിരി സ്റ്റിച്ചുകൾ ചെയ്ത് എടുക്കാൻ പറ്റും. ലീഫോ ഫ്ലവറോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം ബീഡ് വെച്ച് അലങ്കരിക്കുകയാണ്. നമ്മൾ ഇത് ബാക്ക് സ്റ്റിച്ചാട്ടോ ചെയ്യണത്. മുമ്പേ ബാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. ബീഡ് പിന്നെ എടുക്കുമ്പോൾ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണമെന്ന് എടുക്കാം. ഒന്നുകൂടി കാണിക്കാം. ബീഡ് എടുക്കുന്നു, അതേ സ്ഥലത്ത് ബീഡിൻ്റെ ഗ്യാപ്പ് എത്ര വലുപ്പമുണ്ട് നോക്കിയിട്ട് ബീഡ് താഴ്ത്ത് വെച്ചിട്ട് ക്ലോത്തിൽ വെച്ചിട്ട് വേണം സൂചി താഴ്ത്താൻ. എന്നിട്ട് തൊട്ട് ബാക്കിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് അതേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മുമ്പിലേക്ക് എടുക്കുക. ഉണ്ടോ, അതേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുമ്പിലേക്ക് എടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇനി നമ്മൾ സൂചി താഴ്ത്തരുത്, വീണ്ടും ബീഡ് കോർക്കുക കേട്ടോ. ഇങ്ങനെ വേണം ഇത് ചെയ്തെടുക്കുക. വീണ്ടും ബീഡ് കോർത്ത് ബീഡ് താഴ്ത്ത് വയ്ക്കുമ്പോൾ ബീഡിൻ്റെ സ്പേസ് എത്ര വേണമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സൂചി താഴ്ത്തുക,
താത്തിയിട്ട് തൊട്ട് ബാക്കിലേക്ക് ഊരിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത്. ഊരിയെടുത്തിട്ട് അതേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുമ്പിലേക്ക് എടുക്കുക. അതേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മുമ്പിലേക്ക് എടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ഈ ബീഡ് വർക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇനി ഈ ബീഡ് മൊത്തം ചെയ്തെടുക്കുമ്പോൾ ഒരു വേറെ ഭംഗിയായിരിക്കും. ഇനി ഈ ബീഡ് തന്നെയല്ല, നമുക്ക് വേറെ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. വലിയ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ബ്ലൗസിൻ്റെയൊക്കെ കയ്യിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുക. നല്ല ഭംഗിയുണ്ടായിരിക്കും. സ്കർട്ടിൻ്റെ ടോപ്പിൻ്റെ കഴുത്ത് കൂടെ കുഞ്ഞു 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 ലീഫ് ഇതുപോലെ അലങ്കരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. കുഞ്ഞു കുഞ്ഞു ലീഫ് തുന്നുക, ഇതുപോലെ ബോർഡറിൽ ബീഡ്സ് വർക്ക് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. കയ്യിൽ വെക്കുമ്പോഴും തന്നെ 1 or 2 ലീഫൊക്കെ ചെറിയ ലീഫായിട്ടും ചെയ്യാം, വലിയ ലീഫായിട്ടും ചെയ്യാം. താഴത്തുനിന്ന് മുകളിലേക്ക്, താഴത്തേക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സാരി ബ്ലൗസിൻ്റെ ബാക്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ബോർഡർ, ഇപ്പോൾ ചുരിദാറിൻ്റെ ലാസ്റ്റ് താഴെ ബോർഡറിലായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ച് ചെയ്ത് നോക്കൂ. ക്ലോസായിട്ട് ഇതിനകത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കാം, ഗ്യാപ്പ് അധികം ഇല്ലാതെ മാക്സിമം ക്ലോസ് ആയിട്ട് വേണം ഇത് സ്റ്റിച്ച് എടുക്കാൻ. അപ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാവുക. ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ ലീഫ് പോലെ അതിൻ്റെ എഡ്ജുകളൊക്കെ കാണാൻ പറ്റും. ഇനി ഇത് ആരി വർക്കിൽ ചെയ്യാറുണ്ട്. ആരി വർക്കിൽ ചെയ്താൽ പറയും നല്ല ഇത്രയും കൂടി ഇത് പെർഫെക്ഷൻ ആയിരിക്കും. ആരി വർക്കിൽ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് വർക്കിൽ സാധാരണ നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ അതും പറയണേ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.